ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ചേട്ടൻ ഇങ്ങനെ സത്യദാസിൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. ആ സമയത്ത് സത്യദാസ് അച്ചേട്ടനെ കാണുമ്പോൾ സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ട് പറയും, ഭൂമിജയുടെ അച്ഛനല്ലേ? അതെ, കയറി വരുമെന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഇരുന്നതിന് ശേഷം അച്ചേട്ടൻ ചോദിക്കും, ഞാൻ ഭൂമിയുടെ അച്ഛനാണെന്ന് എങ്ങനെ മനസ്സിലായി? സൗഭാഗ്യപുരത്ത് പൂജയുടെ അന്ന് വന്നിരുന്നല്ലോ, ഞാൻ കണ്ടിരുന്നു. പിന്നെ ഭൂമി അച്യുതനെ കുറിച്ച് എപ്പോഴും പറയും, ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് അച്ഛനാണെന്ന്. അച്യുത, നിങ്ങൾ ഭാഗ്യവാനാ എന്നൊക്കെ ഭൂമിയുടെ അച്ഛൻ ഇങ്ങനെ പറയാണ്. അച്യുതൻ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? അയ്യോ അല്ല സാർ, ഞാൻ ഇതുവഴി പോയപ്പം ഒന്ന് കയറിയതാണ്. പിന്നെ മോളെപ്പോഴും പറയാറുണ്ട് സാറെക്കുറിച്ച്. എന്നെക്കുറിച്ചോ? നല്ലതോ മോശം ആയതോ? എൻ്റെ മോള് മോശമായിട്ടുള്ള ഒരു വാക്കും ആരെക്കുറിച്ചും പറയാറില്ല. സാറിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് അവൾക്ക് എന്നൊക്കെ പറയുമ്പം സത്യദാസ് പറയും, എൻ്റെ ഭാര്യയും മകളെയും കണ്ടെത്താൻ ഭൂമിയും ശ്രമിക്കുന്നുണ്ട്. അച്യുതന് കുടിക്കാൻ ചായയോ കോഫിയോ മറ്റോ? ഒന്നും വേണ്ട സർ, ഞാൻ പിന്നെ ലേശം മദ്യപിക്കും. മോളെ കാണാതായതിന് ശേഷം തുടങ്ങിയ ശീല. അന്നേരം അച്യുതേട്ടൻ ചോദിക്കും, എത്ര വർഷം മുമ്പാണ് മോളെ കാണാതായത്? 22 വർഷം മുമ്പ്. അത് കേൾക്കുമ്പോൾ അച്യുതേട്ടൻ ചെറുതായിട്ടൊന്ന് പരിഭ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, മോൾക്കിപ്പം 24 വയസ്സായിട്ടുണ്ടാവില്ലേ? മോളെ എങ്ങനെ തിരിച്ചറിയും? അതിന് തിരിച്ചറിയാൻ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ബാലിശമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഒരു സിമ്പലുണ്ട്. അത് മോളുടെ കഴുത്തിൽ അതിൻ്റെ ഒരു മാല മോള് അണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് ഉണ്ടാവണം എന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനം, മോളെ കഴുത്തിൻ്റെ ഇടതുഭാഗത്ത് ഒരു മറുകുണ്ട്. അത് അവിടെ തന്നെ കാണുമായിരിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ അച്ചേട്ടൻ ആകെ പരിഭ്രമിക്കുകയാണ്. അപ്പം അച്ചേട്ടൻ ചോദിക്കും, കഴുത്തിൻ്റെ പിറകിൽ മറുകുള്ള വേറെയും പെൺകുട്ടികൾ ഉണ്ടാവാം. അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ DNA ടെസ്റ്റ് നടത്തി സ്ഥിരീകരിക്കാം. ഞാൻ എന്തായാലും ഒരു ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സത്യദാസ് ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അച്ചേട്ടൻ ഭൂമിയുടെ ആ ഒരു ഫോട്ടോ ഹാളിലുണ്ടാവും. ആ ഫോട്ടോ നോക്കി അച്ചേട്ടൻ ഇങ്ങനെ ആകെ സങ്കടപ്പെടുകയാണ്. അങ്ങനെ ചായ എടുത്ത് വരുമ്പോൾ സത്യദാസ് അച്ചേട്ടനോട് ചോദിക്കും, എത്ര സുന്ദരിയാണ് എൻ്റെ മോളല്ലേ? സാർ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? സാങ്കല്പികമായ ഒരു ചോദ്യം മാത്രം, ചോദിച്ചോളൂ. ഇപ്പം കുഞ്ഞിനെ ആർക്കെങ്കിലും കിട്ടിയെന്ന് കരുതുക. അവർ അറിയുന്നില്ല അതാരുടെ മോളാണെന്ന്. പോലീസോ മറ്റോ കണ്ടെത്തുന്നു. അപ്പോൾ അവർ തിരിച്ചറിയുന്നു. അങ്ങനെയാണെങ്കിൽ സാർ എന്ത് ചെയ്യും? മകളെ കിട്ടിയാൽ വളർത്തിയ അച്ഛനും അമ്മയ്ക്കും സങ്കടാവില്ലേ? ഇടയ്ക്കൊക്കെ മകളെ വീട്ടിൽ പോകാൻ സമ്മതിക്കുമോ? സാങ്കല്പിക ചോദ്യമാണെങ്കിലും ഞാൻ ഉത്തരം പറയാം. എൻ്റെ മോളെ കിട്ടിയാൽ ആർക്കും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. അതുവരെ വളർത്തിയെന്ന ഒരു പരിഗണനയും എന്നിൽ നിന്നുണ്ടാവില്ല. എൻ്റെ മകളാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ കുറച്ച് ദേഷ്യത്തിൽ തന്നെ സത്യദാസ് പറയാണ്. ആ സമയത്ത് അച്ചേട്ടൻ ചോദിക്കും, അവരെ അറിയാതെ ഒരു തെറ്റ് ചെയ്ത് വളർത്തിയതാണെങ്കിലോ? അങ്ങനെ ഒരു തെറ്റ് അവർ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. മറ്റുള്ളവരുടെ കുഞ്ഞാണെന്ന് അറിയുന്ന നിമിഷം പോലീസിൽ ഏൽപ്പിക്കുകയാണല്ലോ ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് പിന്നെ സത്യദാസ് പറയും, വെറുതെ ഒരു ചോദ്യം ചോദിച്ചതാണെങ്കിലും ഞാൻ അച്യുതനായിട്ടൊന്ന് ഉടക്കി. സാരമില്ല, എന്തായാലും ഇനി ഒരു ദിവസം വരുമ്പോൾ മോളെ ഭൂമിയെ കൂടെ കൂട്ടണം. ശരി സാർ എന്നും പറഞ്ഞിട്ട് അച്ചേട്ടൻ അവിടെ നിന്ന് പോകും. അച്ചേട്ടൻ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ടെങ്കിലും ആകെ കലങ്ങി മറിഞ്ഞൊരു മനസ്സുമായിട്ടാണ് അച്ചേട്ടൻ അവിടെ നിന്ന് പോരുന്നത്. അങ്ങനെ പിന്നെ അച്ചേട്ടൻ നേരെ റോഡ് സൈഡിൽ ആരും വരാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് എന്തൊക്കെയൊക്കെയോ ആലോചിക്കുകയാണ്. ഭൂമിക്ക് അച്ഛനോടുള്ള സ്നേഹവും അതൊക്കെ ആലോചിച്ച് അച്ചേട്ടൻ ഇങ്ങനെ ഒരുപാട് കരയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യാണ്. സൗഭാഗ്യപുരത്താണെങ്കിൽ എൻഗേജ്മെൻറ്റിന് ആരൊക്കെ ക്ഷണിക്കണം, എത്ര പേര് വേണം എന്നുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. അന്നേരം മുത്തശ്ശി മാധവനോട് ചോദിക്കും, മാധവ, എത്ര പേര് ക്ഷണിക്കണം എന്നാ നിൻ്റെ അഭിപ്രായം? അപ്പോൾ മാധവൻ പറയും, സംഗീത പറയട്ടെ. അങ്ങനെ സംഗീതയോട് ചോദിക്കുമ്പോൾ പറയും, ഭവാനി പറയട്ടെ. മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ട് മുത്തശ്ശി ചോദിക്കും, നിങ്ങളെന്താ കുഴിപ്പന്ത് കളി കളിക്കുകയാണോ? കുറേ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനെ തട്ടി കളിക്കുന്നു. ആ സമയത്ത് അഞ്ജന പറയും, എങ്കിൽ ഞാൻ പറയാം മുത്തശ്ശി, ഒരു 1000 പേരെ ക്ഷണിക്കണം. 1000 പേരെയോ? അപ്പോൾ കല്യാണത്തിന് എത്ര പേരെ ക്ഷണിക്കേണ്ടി വരും എന്ന് മാധവൻ ചോദിക്കും. അത് കേൾക്കുമ്പോൾ സംഗീത പറയും, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെല്ലാം ക്ഷണിക്കണം അങ്ങനെയെങ്കിൽ. അപ്പോൾ മുത്തശ്ശി പറയാണ്, അപ്പോൾ തൊഴിലാളികളെ ഒന്നും ക്ഷണിക്കണ്ടേ? അതമ്മേ, അത് അവരുടെ വേർപ്പാണ് മോളെ ഈ കമ്പനികളെല്ലാം ഇങ്ങനെ നിലനിന്ന് പോരുന്നത്. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല അമ്മേ. അവരുടെ ചർച്ചയ്ക്കിടയിലേക്കാണ് സത്യദാസ് വണ്ടിയെടുത്ത് ഇങ്ങനെ കടന്നു വരുന്നത്. അങ്ങനെ സത്യദാസ് വരുന്ന സമയത്ത് മുത്തശ്ശി പറയും, മോനിരിക്കി, എൻഗേജ്മെൻറ്റിന് 1000 പേരെ ക്ഷണിക്കണം എന്നാണ് അഞ്ജന പറയുന്നത്. മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അമ്മേ. താങ്ക്സ് വല്യച്ഛ.
ഒരു എൻഗേജ്മെൻറ്റ് കണ്ടിട്ടാണ് ആളുകൾ തീരുമാനിക്കുന്നത് ഇവരെത്രത്തോളം റിച്ചാണെന്ന്. ഇത്ര വലിയ ആളൊക്കെ ക്ഷണിക്കുമ്പോൾ ഫുഡിൻ്റെ കാര്യം ഭൂമിയെ ഏൽപ്പിക്കാൻ പറ്റുമോ എന്ന് മാധവൻ ചോദിക്കുമ്പോൾ ഭവാനി പറയാണ്, അമ്മേ ഇത്രയും ആളുകളെ ക്ഷണിച്ചിട്ട് ഒരു പരീക്ഷണം വേണോ? അപ്പോൾ സത്യദാസ് പറയും, എന്തായാലും ഇക്കാര്യം നമുക്ക് ഭൂമിയോട് ചോദിക്കാം, നമ്മളായിട്ട് അവളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ട. അതും കേട്ടുകൊണ്ടാണ് അജയ് അവിടേക്ക് വരുന്നത്. അപ്പോൾ അജയ് പറയും, ഭൂമിയെ എന്തായാലും ഈ ഒരു ഫംഗ്ഷന് ക്ഷണിക്കണം, ഭൂമിയെ മാത്രമല്ല അവളെ ഫാമിലിയെ മൊത്തത്തിൽ ക്ഷണിക്കണം എന്നൊക്കെ അജയ് പറയുമ്പോൾ ഭവാനിക്കും അഞ്ജനയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയും, ഞാനെന്തായാലും അവരെ ക്ഷണിച്ചിരിക്കും, മോനെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് നോക്ക്, അഞ്ജനയുടെ സെലക്ഷന്. അത് മുത്തശ്ശി, എനിക്ക് തീരെ സമയമില്ല, പിന്നെ ഈ ഡ്രസ്സുകളൊക്കെ ഭൂമിയും കൂടെ ഒന്ന് കാണിക്ക്, അവൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഐഡിയകളുണ്ട്. എന്തായാലും ഞാൻ പോയിട്ട് വരാം, അഞ്ജന ഒന്ന് പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് അഞ്ജനയെ പുറത്തേക്ക്. എന്നിട്ട് അജയ് അഞ്ജനയോട് പറയും, എൻഗേജ്മെൻറ്റിന് ഭൂമി വരും, മുത്തശ്ശിയുടെ അനുഗ്രഹത്തോടെ അവളുടെ കയ്യിൽ ഞാൻ മോതിരം അണിയുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അജയ് അവിടെ നിന്ന് പോവാണ്. അഞ്ജനയ്ക്കാണെങ്കിലും അജയ് ഇങ്ങനെയൊക്കെ പറയുമ്പം നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് രാത്രി ഒരുപാട് സമയമായിട്ടും നമ്മുടെ അച്ചേട്ടൻ വരുന്നിട്ടുണ്ടാവില്ല. ആ സമയത്ത് അംബികേച്ചി മുറ്റത്ത് അച്ചേട്ടനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. പിന്നീട് ഒരുപാട് സമയം കഴിയുമ്പോൾ അച്ചേട്ടൻ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ അംബികേച്ചി ചോദിക്കും, ഇത് എവിടെയായിരുന്നു അച്ചേട്ട, എത്ര സമയമായി പോയിട്ട്? അപ്പോൾ അച്ചേട്ടൻ പറയും, ശരിയാ അംബിക പറഞ്ഞത്, വൈകി, എല്ലാം തിരിച്ചറിയാൻ വൈകി. എന്താ അച്ചേട്ട ഈ പറയുന്നത്? കണ്ടു അയാൾ എന്തെങ്കിലും പറഞ്ഞു അംബികയെ, 22 വർഷം മുമ്പ് കണ്ണൂരിൽ നിന്നും കാണാതായി. മോളുടെ ഇടത് തോളിലെ മോള് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, കൊന്നാലും ഞാൻ പറയില്ല. അതിന് അയാൾ പിടിച്ചോണ്ട് പോയാലോ? അതിനു മുമ്പ് നമ്മൾക്ക് സ്ഥലം വിടണം. ഞാൻ അയാളോട് ചോദിച്ചു, മകളെ വളർത്തിയ അച്ഛനും അമ്മയും അവൾക്ക് പിന്നെ വല്ലപ്പോഴും കാണാൻ അനുവദിക്കുമോ? അതിന് അയാൾ പറഞ്ഞ മറുപടിയൊക്കെ ഇങ്ങനെ അച്ചേട്ടൻ സത്യദാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അംബികേച്ചിയുടെ അടുത്ത് പറയുകയാണ്. വിട്ടുകൊടുക്കല്ലേ അച്ചേട്ട, എൻ്റെ മകളെ ആർക്കും വിട്ടുകൊടുക്കല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നാളെ തന്നെ ഇവിടുന്ന് സ്ഥലം വിടണം അംബിക. ഈ നശിച്ച നാട്ടിൽ നിന്ന് നമുക്ക് നാളെ തന്നെ പോകണം. വാ, നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭൂമിയുടെ കോഫി ഹൗസാണ്. ഭൂമി രാത്രി ഒരുപാട് സമയമായി ഉണ്ടാവും. ആ സമയത്ത് സത്യദാസ് അവിടേക്ക് കാറിൽ ഇങ്ങനെ വരികയാണ്. അങ്ങനെ സത്യദാസിനെ കണ്ടപ്പോൾ ഭൂമിക്ക് ഒരുപാട് സന്തോഷമാണ്. രണ്ടുപേർക്കും പരസ്പരം കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ സത്യദാസ് പറയും, ഞാൻ ഭൂമിയുടെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഭൂമി പറയും, എന്തായാലും അതല്ല, അതെ, ഇതുവഴി പോയപ്പം കോഫി ഹൗസ് ഓർത്തു, അപ്പോൾ തോന്നി ഭൂമിയെ ഒന്ന് കാണണം, ഒരു കോഫി കുടിക്കണമെന്ന്, അതാ ഇതുവഴി വന്നത്. അങ്ങനെ ഭൂമി കോഫി എടുക്കുന്ന സമയത്ത് സത്യദാസ് ചോദിക്കും, എപ്പോഴാണ് കട അടയ്ക്കുക? 11 മണി കഴിയും, ചിലപ്പം തിരക്കുണ്ടെങ്കിൽ 12 മണിയാവും. അപ്പോൾ എപ്പോഴാണ് ഉറങ്ങുന്നത്? എപ്പോഴായാലും മരണശേഷം നീണ്ട ഉറക്കം നമുക്ക് ഉറങ്ങല്ലോ. സത്യദാസ് പറയും, ഭൂമിയോട് സംസാരിച്ചിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ്, എന്തെന്നില്ലാത്തൊരു സന്തോഷം കിട്ടുകയാണ്. എങ്കിൽ ഈ ഭൂമി ദേവതയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വന്നു. പിന്നെ അച്ചേട്ടൻ സത്യദാസിനെ കാണാൻ ചെന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭൂമി ചോദിക്കും, അച്ഛൻ കാണാൻ വരികയെ എന്നോട് പറയാതെ? അപ്പം ഭൂമിയോട് പറയാതെ ഒരു കാര്യവും അച്ഛൻ ചെയ്യില്ല? ഇല്ല, അച്ഛൻ കൊള്ളാമല്ലോ. പൂജയുടെ അന്ന് കണ്ടതിനേക്കാൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഒരു ചെക്കപ്പ് ആകാമായിരുന്നില്ലേ? ചെയ്യാം സാർ. പിന്നെ ഭൂമി പറയുന്ന ഓരോ തമാശകൾ കേട്ട് ഇങ്ങനെ സത്യദാസ് സമയം പോകുന്നത് അറിയുന്നേയില്ല. അങ്ങനെ കുറേ സമയമായപ്പോൾ പറയും, അയ്യോ സമയം ഒരുപാടായി, എന്നാൽ ഞാൻ പോട്ടെ, താൻ എൻ്റെയും മോളയുടെയും ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ്. അങ്ങനെ സാറ് പോകുന്നത് ഭൂമി ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ലക്ഷ്മി ചേച്ചി പറയും, ഓ എന്ത് നല്ല സാറാണല്ലേ ആ പോയി. രാത്രിയാവുമ്പം അച്ചുവേട്ടനും അംബികേച്ചിയും കൂടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. അന്നേരം അംബികേച്ചി പറയും, ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് ഭൂമിയോട് നമ്മൾ എന്ത് പറയും? അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ എന്തായാലും ഇന്ന് തന്നെ നമുക്ക്, നാളെ രാവിലെ തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം. കുറച്ച് കടുപ്പിച്ച് പറഞ്ഞാലും വേണ്ടിയില്ല, ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ നാട്ടിൽ നിന്ന് വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ഭൂമി അവിടേക്ക് വരുന്നത്. കൂട്ടത്തിൽ അച്ചേട്ടൻ്റെ കാറും റെഡിയാക്കി വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വരുന്നുണ്ടായിരിക്കും. എന്നിട്ട് വർക്ക്ഷോപ്പിലെ പയ്യൻ പറയും, ദേ ചേച്ചി, ഇത് കൊടുത്തിട്ട് വേറൊരെണ്ണം വാങ്ങിക്ക്. ഇത് അച്ഛൻ്റെ ജീവനാ, ഇത് കൊടുക്കാനോ? അപ്പോൾ അച്ചേട്ടൻ പുറത്തേക്ക് വരുമ്പോൾ ഭൂമി പറയും, അച്ഛനെ എക്സ്ചേഞ്ച് ചെയ്ത് വേറൊരു അച്ഛനെ വാങ്ങാനാണ് പറയുന്നത്. മോക്ക് പുതിയൊരു അച്ഛനെ വേണോ? എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അച്ഛനെ വേണ്ടാതിരിക്കില്ല. അയാൾ പോയതിൻ്റെ ശേഷം ഭൂമി അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അംബികേച്ചി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഭൂമി ചോദിക്കും,
അമ്മ എന്താ ഈ കെട്ടിപ്പെറുക്കുന്നേ? ഹൗസ് ഓണർ ഇവിടുന്ന് മാറാൻ പറഞ്ഞോ? അപ്പം അച്ചോട്ടൻ പറയും, എടി മോളെ, നമ്മൾ നാളെ തന്നെ ഇവിടുന്ന് സ്ഥലം വിടുക. അന്നേരം ഭൂമി ഇങ്ങനെ ഞെട്ടായി നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.